വി ഡി സതീശൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് വഴക്കിടുകയല്ല എൻ്റെ ജോലി, ആവുന്നത്ര യോജിച്ചു പോവുക അതൊക്കെയാണ്. ബട്ട് ഇവർ കേന്ദ്ര സർക്കാരുമായിട്ട് അനാവശ്യമായ കാര്യങ്ങൾ വഴക്കിടിയിക്കാനാണ് ഇവരുടെ നോട്ടം. CPM-ന് ഒരു റിയൽ ജനകീയ ഇഷ്യൂ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. അതില്ലാത്തതുകൊണ്ടാണ് ഈ സാവർക്കർ എടുത്ത് പോകുന്നത്. കേരളത്തിൽ വന്ദേമാതരത്തെ ചീത്ത പറയുകയും ബഹളം വയ്ക്കുകയും ബാനർ കെട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഉത്തർപ്രദേശിൽ യോഗിക്ക് അനുകൂലമായ വോട്ടായിട്ട് മാറും. എൻ്റെ പ്രിയപ്പെട്ട നെയ്യാറ്റിൻകര എനിക്ക് നഷ്ടപ്പെട്ടു, നെയ്യാറ്റിൻകര പോകാൻ പാസ്പോർട്ട് വേണം, എന്ത് വെറുതെ ഇങ്ങനെ അതും മുഖ്യമന്ത്രി പറയുകയാണ്. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവാൻ പറ്റാഞ്ഞതിൻ്റെ ചുരുക്ക്, KC വേണുഗോപാലിൻ്റെ ആൾക്കാർ അകത്തുനിന്ന് കയറ്റുന്ന പാര, ഇതെല്ലാം വി ഡി സതീശൻ സഹിച്ചേ പറ്റി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 10 വർഷം തുടർഭരണം നടത്തിയ ഇടതുപക്ഷത്തെ വെറുത്തുകൊണ്ട് വി ഡി സതീശനെയും കൂട്ടരെയും അധികാരത്തിലേറ്റിയ ജനങ്ങൾ 100 ദിവസത്തെ ഭരണം കണ്ടു കഴിഞ്ഞു ടീം VDSൻ്റെ. എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തേണ്ടത്? നേരിട്ട വെല്ലുവിളികളെ അവർ ഏത് രീതിയിലാണ് അതിജീവിച്ചത്? ഒപ്പം തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. സിസ്റ്റം അപ്പാടെ ഇടതുപക്ഷ അനുകൂലികൾ കൈയടക്കിയിരിക്കുന്നു എന്നും ഇത് ഈ സിസ്റ്റത്തെ ചലിപ്പിക്കുന്നതിന് വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്നുമൊക്കെ ചില കോണുകളിൽ നിന്നും പറയുന്നുണ്ട്. അത് വാസ്തവമാണോ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് സാറിൻ്റെ അഭിപ്രായം? 100 ദിവസം കഴിയുകയാണ് വി ഡി സതീശൻ സർക്കാരിൻ്റെ. എങ്ങനെയുണ്ട് പെർഫോമൻസ്? ഒരു ആവറേജിലൊരു അല്പം താഴെയാണ് ആവറേജിലും താഴെയാണ്. ഇത് കൂടുതൽ പെർഫോം ചെയ്യാമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം ഈ കോൺഗ്രസ്സുകാർക്ക് പണ്ട് AK ആൻ്റണിക്കുമൊക്കെ ഉണ്ടായിരുന്നു ഈ ഇമേജിൻ്റെ തടവറയിലായി പോവുക. ഓക്കെ. ഇപ്പോൾ വി ഡി സതീശൻ സ്വന്തം ഫോട്ടോ ഫ്രെയിം ചെയ്ത് സ്വന്തം ബെഡ്റൂമിൽ മാലയിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യതിചലിച്ചുകൂടാ. അപ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരു അഡ്മിനിസ്ട്രേറ്റർ. വി ഡി സതീശൻ ബുദ്ധിമാനാണ്. കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കാൻ, ഫാക്ട്സ് കളക്ട് ചെയ്തിട്ട് അത് അടുക്കും ചിട്ടയുമായിട്ട് അവതരിപ്പിക്കാൻ ഒക്കെ അതാണ് പുള്ളി പത്രസമ്മേളനത്തിൽ വിജയിക്കുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ. പക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിജയിച്ചിട്ട് കാര്യമില്ലല്ലോ, റിയൽ ഇതിൽ വിജയിക്കണ്ടേ? കറക്റ്റ്. അത് അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ ഘടകകക്ഷി ഭരണമാണ്, കൂട്ടുകക്ഷി ഭരണമാണ്. ബട്ട് എന്നിട്ടും സ്ട്രോങ് ആയിട്ട് മുസ്ലിം ലീഗ് കൂടെ നിന്നിട്ടും പല സ്ഥലത്തും വി ഡി സതീശൻ പാളിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ വേറൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് ഇപ്പോൾ ഫെമ നിയമപ്രകാരമുള്ള അന്വേഷണമൊക്കെ തന്നെ വരുമെന്ന് കേൾക്കുന്നു. ഇഡിക്ക് പുറമെ CBI വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. മകൾക്ക് പിന്നാലെ മരുമകനും റഡാറിലേക്ക് വരുന്നു. ചെറിയ എമൗണ്ടിൽ നിന്നും 20.5 കോടി എന്നുള്ള ഒരു വലിയ എമൗണ്ട് ഈ ഒരു വിഷയത്തിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത് ശരിയാവില്ല എന്നുള്ള, അതിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാലും സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായ കേസിൽ അദ്ദേഹത്തിന് കൃത്യമായി നിലപാട് സ്വീകരിച്ച് അഭിപ്രായം വ്യക്തമാക്കാവുന്നതല്ലേ? എന്താണ് അങ്ങയുടെ? കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ലഭിച്ച അവസരങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷം അദ്ദേഹത്തെ ചവിട്ടി മെതിക്കുകയായിരുന്നു. അല്ല, അന്ന് ചെയ്തോട്ടെ. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ ഞാൻ തെറ്റ് പറയില്ല. കാരണം കേന്ദ്ര ഏജൻസികളുടെയാണ് അന്വേഷണം. അതെ, കേന്ദ്ര ഏജൻസികൾ ഒരു പത്രക്കുറിപ്പ് പുറത്തുവിടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ കയറിയിട്ട് നല്ലതോ ചീത്തയോ ആയ ഒരഭിപ്രായം പറയുന്നത് ശരിയല്ല, ഭംഗിയല്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹം വിദൂരമായി പോലും ഒരു കേസിൽ നിങ്ങൾ ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നു എന്ന് വരാൻ പാടില്ല, ഒരു സിഗ്നൽ വരാൻ പാടില്ല. അത് വരുന്നതാണ് രാഷ്ട്രീയം എന്ന് ഇടതുപക്ഷം കരുതുന്നത്. പക്ഷെ അതല്ല രാഷ്ട്രീയം. ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷത്തിരുന്ന് വിമർശിക്കുന്ന പോലെയോ അഭിപ്രായം പറയുന്ന പോലെയോ ഭരണാധികാരി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അരാജകത്വത്തിൻ്റെ തുടക്കമായിരിക്കും. വി ഡി സതീശൻ ആ കേസിലൊരു അഭിപ്രായം പറഞ്ഞു എന്ന് വയ്ക്കുക. ഡൗൺ ദ ലൈൻ കോൺഗ്രസ്സുകാർ അതിലും ഒരു സ്റ്റെപ്പ് മുമ്പിൽ, വീണ്ടും ഒരു സ്റ്റെപ്പ് മുമ്പിൽ, അങ്ങനെ പോകുക. അപ്പോൾ അത് വരാൻ പാടില്ല.
അന്വേഷണത്തിൽ ഇടപെടുകയില്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇടപെടില്ല എന്നാണ് അർത്ഥം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ മാർക്ക് കുറയ്ക്കാനൊരു കാര്യം, 2 IAS-കാരാണ്, എൻ പ്രശാന്ത്, ബി അശോക്. അതെ, ഇവരെ മനഃപൂർവ്വം പിണറായി സർക്കാർ അനാവശ്യമായ എൻക്വയറി സസ്പെൻഷനൊക്കെ ആയിട്ട് ശ്വാസം മുട്ടിച്ചിട്ടിരുന്നു. അതിൽ അന്നത്തെ ചീഫ് സെക്രട്ടറിക്കും പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതൊക്കെ ബ്യൂറോക്രസിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവരെ സതീശൻ വന്നപാടെ റീഇൻസ്റ്റേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് ചെയ്തില്ല. പക്ഷേ ചെയ്തില്ല. എന്നാലും പതുക്കെയാണെങ്കിലും ചെയ്തെങ്കിലും അവർക്കെതിരെയുള്ള എൻക്വയറി പെൻഡിങ് ആണ്. ഒരു വാള് അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. ഓക്കെ. എൻ പ്രശാന്തിൻ്റെ എൻക്വയറി കഴിഞ്ഞിട്ട് ഇതിനകത്ത് കഴമ്പില്ല എന്ന് എഴുതിയ റിപ്പോർട്ട് പഴയ ചീഫ് സെക്രട്ടറിക്ക് ജയതിലകിന് തന്നെ കിട്ടിയിരുന്നു എന്നും പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ബട്ട് ഇതിൻ്റെ ഡിസിപ്ലിനറി ഇതിൻ്റെ ആ ലൈനിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഓഫീസർ മുഖ്യമന്ത്രിയാണെന്നാണ് ഞാൻ കരുതുന്നത്. IAS-കാരുടെ ഡിസിപ്ലിനറി ആക്ഷൻ്റെ മുഖ്യമന്ത്രിക്ക് I have found that the charges against them are baseless and hence all these inquiries and further proceedings are dropped forthwith എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കിയിട്ട് ആ എൻക്വയറി അങ്ങ് ക്വാഷ് ചെയ്ത് കളയണം. കറക്റ്റ്. അല്ലാതെ ഓഫീസർമാരുടെ തലയിൽ ഈ എൻക്വയറി പെൻഡിങ് വയ്ക്കുക. പിണറായി വിജയൻ എൻക്വയറി വെച്ചിട്ട് പുറത്താക്കി നിങ്ങളെ, ഞാൻ തിരിച്ചെടുക്കാം, പക്ഷേ ഈ വാള് തലേന്ന് ഞാൻ മാറ്റില്ല. അതിനർത്ഥം ജനങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറയുന്നതിനനുസരിച്ച് അവർ ജോലി ചെയ്തോളണം എന്നായിരിക്കും. അതിനു വേണ്ടിയിട്ടാണോ എന്നാൽ അങ്ങനെ കേൾക്കുന്നവരല്ല അവരെന്ന് അന്യഥ അവർ തെളിയിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. പിന്നെ എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ ശരി സസ്പെൻഷൻ ആയെങ്കിൽ നിങ്ങൾ അവിടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ CAT-യിൽ ചലഞ്ച് ചെയ്തോളൂ, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറയാം. അതല്ല അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ യു റീഇൻസ്റ്റേറ്റ് ദം ഇൻ എ ക്ലീൻ മാനർ. അത് ചെയ്യണ്ടേ? വാട്ട് ഈസ് ദ സിഗ്നൽ ഗോയിങ് ടു ദ IAS പീപ്പിൾ? ഈ മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആൾക്കാരെ നിർത്തുന്ന ഒരു ആശങ്ക എപ്പോഴും തലയ്ക്ക്. എൻക്വയറി എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്ന ആയുധം, അത് ചെയ്യുന്നത് മാന്യതയല്ല, മര്യാദയല്ല, അതിനുള്ള മെറിറ്റും സാധനത്തിലില്ല. ഒരു TV ചർച്ചയിൽ പങ്കെടുത്തു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ ഇവരെയൊക്കെ ദ്രോഹിക്കുന്നത്. അതിനകത്ത് കഥയിൽ ഇത്രയധികം ട്രാൻസ്പെറൻസിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൊക്കെ വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി ഈ TV ചർച്ചയിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുള്ള സസ്പെൻഷനെ അതിൻ്റെ എൻക്വയറി നിലനിർത്തിയിട്ട് സസ്പെൻഷൻ മാത്രം പിൻവലിക്കുന്നത് എവിടുത്തെ മര്യാദയാണ്? അതൊരു ശരിയല്ല. നമ്പർ 2, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയല്ല, പോലീസിൻ്റെ പുറത്ത് ഈ സർക്കാരിന് വലിയ ഗ്രിപ്പൊന്നുമില്ല. അപ്പോൾ 10 വർഷം CPM ഭരിച്ചു. 10 വർഷം CPM ഭരിച്ചെങ്കിൽ അവർ സാമാന്യം നന്നായിട്ട് ചോപ്പിച്ചു പോലീസിനെ. ഓക്കെ. പലരും പറയുന്നത് നല്ലൊരു ശതമാനം പോലീസുകാരും ഇപ്പോൾ ഇടതുപക്ഷക്കാരാണെന്നാണ്. ഇപ്പോൾ ED-യെ ഉപദ്രവിച്ച ജാമ്യത്തിലുള്ള ആൾക്കാർ അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഊഞ്ഞാലാടണമെങ്കിൽ ദാറ്റ് ഷോസ് ദേ ആർ വെരി ക്ലോസ്. അപ്പം ഞാൻ ഇതുപോലെ ഒപ്പിടാനായിട്ട് എൻ്റെ കേസിൽ പോകുമ്പോൾ ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും താഴെ ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ ഓണത്തിന്, അതിലൊന്നും കയറിയിരുന്ന് ആടി നമ്മളെ കുഴപ്പത്തിലാക്കല്ലേ. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഊഞ്ഞാൽ കണ്ടില്ല, ഇനി കണ്ടാൽ തന്നെ ആ കുന്തത്തിൽ കയറി, എൻ്റെ പ്രായം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല. അവർക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഊഞ്ഞാലിന് കാവൽ നിൽക്കാൻ പറ്റില്ല. തോക്കും വെച്ച് ഒരു ഗാർഡിനെ നിർത്താൻ പറ്റുമോ ഊഞ്ഞാൽ അവർ കെട്ടി ഓണം കഴിയുമ്പോൾ അഴിക്കും. അപ്പോൾ കയറി വരുന്ന ആൾ ഇത് കയറി ഒന്ന് ആടി കൂടെയുള്ള ഒരുത്തിനൊരു വീഡിയോ ഇട്ട് പോകുന്നത്, പിന്നെ അവരുടെ കിടക്കപ്പുറത്ത് നഷ്ടപ്പെടും. അവരിത് അറിയുന്ന പോലുമില്ല. PG മോഹൻദാസ് ഊഞ്ഞാലാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സസ്പെൻഷൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പിന്നാലെ ഒന്നും വരുന്നില്ല, ബട്ട് ഊഞ്ഞാലൊന്നും കയറരുത്. ഞാൻ പറഞ്ഞില്ല സാർ, ഞാനെൻ്റെ പാട്ടിന് പോയിക്കോളാം എന്ന് ഞാൻ പോകും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വാട്ട് ഡസ് ഇറ്റ് ഷോ? നിങ്ങൾക്ക് പോലീസുകാരുമായിട്ട് സൗഹൃദമാകാം, പക്ഷേ ഈ ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അത്ര നല്ലതല്ലാത്ത ഒരു കൃത്യമാണത്. അത്രയ്ക്ക് ക്ലോസാണ് നിങ്ങൾ പോലീസുകാരുമായിട്ടെന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ അവരുടെ ഊഞ്ഞാലിൽ ആടുകയില്ല. എന്നിട്ട് അതിനിപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു.
പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിക്ക് പുറത്ത് നിൽക്കുന്ന മരത്തിലാണ് ഊഞ്ഞാലിട്ടത്. അതുകൊണ്ട് പോലീസിന് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്ക് പിടിച്ചെന്തോ ന്യായം ഉണ്ടാക്കുകയാണ്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. യു ഡോണ്ട് ഹാവ് കൺട്രോൾ ഓവർ യുവർ ഫോഴ്സ്. യെസ്. ഈവൻ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ സക്സസ്ഫുൾ ഓപ്പറേഷൻ. പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് ഈ ഡ്രഗ് മാഫിയയുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തുക. നീ ഒരു 100 കിലോ കൊണ്ടുപോകുമ്പോൾ ഒരു 150 ഗ്രാം എവിടെയെങ്കിലും ഇട്ട് വെച്ചേക്കണം, ആ സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അത് വന്നിട്ട് ഞങ്ങൾ എടുത്തോളാം. പിന്നെ ഡ്രഗ് മാഫിയയ്ക്കെല്ലാം ഈ പോലീസിന് കൊടുക്കാനുള്ള പ്രതികളുണ്ട്. 2 3 തമിഴന്മാരുണ്ടാവും, ഇങ്ങനെ കൈ കെട്ടി വേണമെങ്കിൽ വിലങ്ങും വെച്ച് അവർ നിന്ന് തരും ഫോട്ടോ എടുക്കാൻ. അവർക്കറിയാം റിമാൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കുക, എത്രയ്ക്ക് എത്രയാണ് എന്നൊക്കെയുള്ളത് അറിയാം. അപ്പോൾ അത് ഒരു അറേഞ്ച് ഡ്രാമയായിട്ട് പല സ്ഥലത്തും കാണപ്പെടുന്നു. എക്സൈസ് മന്ത്രിയോട് തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ദയനീയമാണ് അവസ്ഥ. അത് അധികാരം ഏറ്റെടുത്ത സമയത്താണ്. വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനവുമായി മുന്നോട്ട് പോകാൻ. അതിനു മുമ്പ് എക്സൈസിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, നേരെ ചൊവ്വേ ഓടുന്ന എത്ര വണ്ടിയുണ്ട് എക്സൈസിന് എന്നുള്ളതാണ്. എത്ര അവർക്കുള്ള പോലീസ് അവരുടെ എക്സൈസ് സ്റ്റേഷനുകളുടെ സൗകര്യം, വണ്ടിയില്ല, നല്ല സ്റ്റേഷനുകളില്ല, ആവശ്യത്തിന് ഫോഴ്സ് ഇല്ല. കേരളം മൊത്തവും ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ചില്ലറ എക്സൈസ് ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇവർ? ഇല്ല, ഈ ഒരു ആയുധം എന്ന് പറയാൻ ഒരു വടി മാത്രമായിരിക്കും ചിലപ്പോൾ അവർക്കുണ്ടാവുക. ഇത് വെച്ചിട്ട് മോസ്റ്റ് മോഡേൺ വണ്ടികളിൽ പോകുന്നു, ഈവൻ ആയുധങ്ങൾ ചിലപ്പോൾ അവരെ ഉണ്ടാകും. ഇവരെ എങ്ങനെ ബെറ്റർ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതെ, എങ്ങനെ ഇവരെ നേരിടും? ഇതൊരു വലിയ വിഷയമാണ്. ഓക്കെ, ഇതൊക്കെ പഴയ ടെക്നോളജിയും വെച്ചിട്ടാണ് ഈ പാവങ്ങൾ നടക്കുന്നത് എക്സൈസുകാർ. ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്ന് എം ലിജു അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പൈസ അതൊരു വിഷയമാണല്ലോ. ഇല്ല, പൈസ കൊണ്ട് മാത്രമല്ല, ഇതിൽ പിടിക്കുന്ന ടെക്നിക്സ് ഉണ്ടല്ലോ, അത് വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈവൻ NDPS ആക്ട്, നാർക്കോട്ടിക് ആൻഡ് എന്താ സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് NDPS, ആ ആക്റ്റിൽ തന്നെ നോക്കിക്കോളൂ, ചില സാധനങ്ങൾ വാർത്തകളിലൊക്കെ വരാറില്ലേ, അനുവദിക്കപ്പെട്ടതിലും കൂടുതൽ അളവിൽ ലഹരി കയ്യിൽ വെച്ചതിന് അറസ്റ്റിലായി. അപ്പോൾ ഏതോ ഒരു അളവ് വരെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് അത്? അല്ലെങ്കിൽ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ. സ്റ്റേഷൻ ജാമ്യം ശരി, സമ്മതിച്ചു. നിങ്ങൾ ക്വാണ്ടിറ്റിയുടെ പുറത്ത് സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നത് ശരി. കുറച്ച് ക്വാണ്ടിറ്റി അനുവദിച്ചിട്ടുണ്ട്, കയ്യിൽ വയ്ക്കാം, കുഴപ്പമില്ല. അതെടുത്ത് കളയണ്ടേ? അത് പണ്ട് എന്തോ കാരണവശാൽ ചെയ്തതായിരിക്കാം. ഈ കഞ്ചാവ് പണ്ട് നിരോധിക്കപ്പെട്ട വസ്തു ആയിരുന്നില്ല, കറുപ്പ് കഞ്ചാവ് ഒക്കെ. കറുപ്പ് പിന്നീട് നിരോധിച്ചു. പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാൻ നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ കൊടുത്തില്ല. കഞ്ചാവിന് അന്ന് അങ്ങനെ കൊടുത്തതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് കർശനമായിട്ട് വെൻ യു ബാൻ സംതിങ് യു ബാൻ ഇറ്റ് 100%. അല്ലാതെ 25 ഗ്രാം വരെ കയ്യിൽ വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 30 ഗ്രാം വെച്ചു എന്ന് വെച്ചോ, 25 30 എന്ന് പറഞ്ഞിട്ട് സ്വർണം തൂക്കുന്ന പോലെ ഇത് തൂക്കി നോക്കുന്നത് പറഞ്ഞാൽ എക്സൈസുകാരനെ ഹരാസ് ചെയ്യുന്ന പരിപാടിയാണ്. അല്ല സാർ, എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ളൊരു അതാണ് ഒരു നിശ്ചിത പോയിന്റിൽ കൂടുതലാണെങ്കിൽ ജാമ്യം കിട്ടില്ല, അല്ലെങ്കിൽ അത് കുറവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേ ദർ ഈസ് ഗ്രേ ഏരിയ. യെസ്, ഗ്രേ ഏരിയ ഉണ്ട്. അതാണ് നമ്മളുടെ കായംകുളം MLA U പ്രതിഭയുടെ മകനെ പിടിച്ചു കഴിഞ്ഞപ്പോഴല്ലോ ഈ ഗ്രേ ഏരിയ ആയിരുന്നു അന്ന് തർക്ക വിഷയമായത്. ഓക്കെ, അവർ പറഞ്ഞു ഇത് അവന് ചെയ്യാവുന്ന അളവിലേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഫൻസ് എന്താ, കയ്യിൽ വെച്ചാലേ ഒഫൻസ്. ഇങ്ങനെ ഈ കിള്ളിപ്പൊളിച്ച് ക്രിമിനൽ വക്കീലന്മാർ ചർച്ച ചെയ്യില്ല. അപ്പോൾ ഇതുപോലെയുള്ളത് ഗ്രേ ഏരിയാസ് നിയമത്തിൽ ഉണ്ടാവാനേ പാടില്ല. കറക്റ്റ്. നിയമം വളരെ സ്ട്രിക്റ്റായിട്ട് ഇപ്പോഴും ഉണ്ട്. എന്തോ ഡോക്ടറെ കൊണ്ടുവന്ന് സർട്ടിഫൈ ചെയ്യുക, അതോ തഹസിൽദാർ സർട്ടിഫൈ ചെയ്യുകയോ, അങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പോലീസുകാർക്ക് പലർക്കും ഇത് അറിയില്ല. എക്സൈസിലുള്ളവർക്ക് കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിൽ ചെല്ലുമ്പോഴാണ് ഈ പ്രൊസീജിയർ പാലിച്ചില്ല, ആ പ്രൊസീജിയർ പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിറങ്ങി പോരും. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. സോ ലോ ഹാസ് ടു ബി വെരി സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ്. അതേസമയം ഡ്രാക്കോണിയൻ ആവാനും പാടില്ല. അതെ, തൂഫാൻ അങ്ങനെ നടക്കുന്നുണ്ട്, അതുപോലെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ പൊതുവിൽ ഇപ്പോൾ
സപ്ലൈകോ വഴി കൊടുത്ത സാധനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതിലും ഒരു ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ട് മന്ത്രി. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഒരു വിഷയം, അതിൽ മന്ത്രിയുടെ വായിൽ നിന്നും അറിയാതെ ഒരു വാക്ക് വന്നുപോയി. എങ്കിലും ആ സംഭവം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അല്ല, എന്ത് സംഭവിച്ചാൽ എനിക്ക് അതും മനസ്സിലാവുന്നില്ല. CP ജോൺ എന്തിനാണ് ഖേദം പ്രകടിപ്പിച്ചത്? സൗജന്യമായതുകൊണ്ട് സ്ത്രീകൾ ഇടിച്ചു കയറുന്നു. സത്യമല്ലേ അത്? ഇടിച്ചു കയറുന്നതല്ലേ? അത് പറഞ്ഞാൽ എന്താ കുറ്റം? എനിക്കറിയില്ല. എല്ലാവരും കൂടെ ആ പാവത്തെ ആക്രമിച്ച് പുള്ളി ഉച്ചയായപ്പോൾ ഖേദം പ്രകടിപ്പിച്ചു. വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞ തെറ്റ്. പുള്ളി പറഞ്ഞു യാത്ര സൗജന്യം കേട്ടപ്പോൾ എല്ലാവരും കൂടെ അരച്ച് കയറാൻ തുടങ്ങി. ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അതിൽ ഭയങ്കര തിരക്കായി. അതിൻ്റെ പരാതി വരുന്നു. അല്ല, അത് ജെന്യൂനായിട്ട് കാല് കുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരാതി വരും. അത് ജെന്യൂനായിട്ടുള്ള അപ്പോൾ വിഷയമാണ്. പുള്ളിയുടെ ഒരു പ്രസംഗത്തിനിടയ്ക്ക് ഒന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആ പാവത്തെ CP ജോണിനെ നമുക്കറിയാമല്ലോ. പാഞ്ചപാവം സാധുവായ മനുഷ്യനാണ്. അപ്പം എല്ലാവരും കൂടെ ആക്രമിപ്പുള്ളൂ. ഇനി എൻ്റെ ദൈവമേ, ഞാൻ ഖേദം പ്രകടിപ്പിച്ചേക്കാം, ഇത് അവസാനിപ്പിക്കുന്നു. അല്ല, ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി പറഞ്ഞതാണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ്. അവർ സ്വയം തീരുമാനിക്കണം, എനിക്ക് കെൽപ്പുണ്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ, ഞാൻ മാറി നിൽക്കണം. കാരണം നല്ല ശമ്പളമുള്ള ജോലിയുള്ള ആൾക്കാർ എന്തിനാണ് സൗജന്യമായിട്ട് പോകുന്നത്? അവർക്ക് ടിക്കറ്റ് എടുത്ത് പോകാമല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഒരു സംവിധാനമാണല്ലോ. ലിയോ, സുരേഷ് ഗോപി പറഞ്ഞത് 110% ശരിയാണ്. കാരണം നരേന്ദ്രമോദി ഇത് ചെയ്തിരുന്നു. ഗ്യാസ് സബ്സിഡി വേണ്ട എന്നുള്ളവർ സ്വയം ഗ്യാസ് സബ്സിഡി ഉപേക്ഷിക്കാൻ പറഞ്ഞു. 25 കോടി ആൾക്കാർ ഗ്യാസ് സബ്സിഡി വേണ്ടാന്ന് വെച്ചു. കറക്റ്റ്. വമ്പൻ പണക്കാരാണ്, അപ്പർ ക്ലാസ്സാണ്. അപ്പോൾ അവരുടെ നെഞ്ചിൽ കൊണ്ടു ഈ റിക്വസ്റ്റ്, ഞാൻ ഈ സബ്സിഡി ശരിയല്ല, ഞാൻ ഫുൾ പൈസ കൊടുക്കണം. 25 crores. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ശരി, ഗവൺമെൻറ് എല്ലാവർക്കും സൗജന്യം കൊടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ തീരുമാനിക്കുക, എനിക്ക് ഈ സൗജന്യം വേണ്ട, ഞാൻ വാങ്ങുന്നത് അധാർമികമാണ്, നിയമവിരുദ്ധമൊന്നുമല്ല, അധാർമികം. അങ്ങനെ ചെയ്താൽ കേരളത്തിലെ സ്ത്രീകളും അവരും അമ്മമാരും കാര്യഗൗരവമുള്ളവരും കേരളത്തിൻ്റെ ബജറ്റ് പ്രശ്നം ഇതൊക്കെ അറിയാവുന്നവരാണ്. അതിൽ കുറേ അധികം പേര് വളണ്ടറി പറയും, വേണ്ട ഞാൻ ഫുൾ ടിക്കറ്റ് എടുത്തോളാം എന്ന് പറയും. അപ്പോൾ ഗവൺമെൻറ് പുറത്തുള്ള ബേർഡൻ കുറയും. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവരിത് ചെയ്യില്ല. പറഞ്ഞത് സുരേഷ് ഗോപിയാണ്, അത് നല്ല കാര്യമാണ്. എന്നാൽ അങ്ങേര് പറഞ്ഞാൽ അത് ചെയ്യില്ല. എന്ത് ചെയ്യുന്നു? അതെ. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പൊളിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വശത്ത് വി ഡി സതീശൻ പോകുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന് സംഭവിച്ചത് വല്ലാത്തൊരു ആഘാതമാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അവരുടെ നേതാക്കൾ പറയുന്നത് ആൾക്കാർ മുഖവിലേക്ക് എടുക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അവരോട് അതേ നാണയത്തിൽ തിരിച്ചു ചോദിക്കുകയാണ്, അതേ നിമിഷം തന്നെ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ 10 വർഷം ഇരുന്ന് ചെയ്തതിൻ്റെ ഒരംശമെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പ്രസക്തി നഷ്ടപ്പെടുകയാണോ ഇടതുപക്ഷത്തിന്? ഒന്നിനു പിറകെ ഒന്നായി ഒട്ടേറെ ആരോപണങ്ങൾ, കേസുകൾ, അവർ ചെയ്തു കൂട്ടിയ കുറേയേറെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. അത് ഇടതുപക്ഷത്തിനൊരു ഗതികേടാണ് കേട്ടോ. അത്രയധികം അവർ ചെയ്തു വെച്ചു. അതുകൊണ്ട് അവർക്കൊരു ധാർമ്മിക അധികാരം കിട്ടുന്നില്ല കോൺഗ്രസിനെ ആക്രമിക്കാൻ. അതിനാൽ അവരെന്ത് ചെയ്യുന്നു? അവർ സാവർക്കറെ ആക്രമിക്കുന്നു. എന്നിട്ട് കോൺഗ്രസിനോട് പറഞ്ഞു, ഞങ്ങൾ സാവർക്കറെ ആക്രമിച്ചു, നിങ്ങൾ ആക്രമിച്ചോ? ഇതാണ് ചോദ്യം. നിസ്സഹായനായ കോൺഗ്രസ്സുകാരൻ സാവർക്കറെ ആക്രമിക്കുന്നു. കാരണം സാവർക്കറെ ആക്രമിച്ചില്ലെങ്കിൽ ഇവിടെ റേഷൻ കിട്ടുകയുള്ളൂ. അതാണ് കേരളത്തിലെ സ്ഥിതി. അപ്പോൾ ഇതുപോലത്തെ ബോഷ്ക്ക്, അതുപോലെ PM ശ്രീ, ഇത് 10 പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ നല്ലൊരു പദ്ധതിയൊക്കെയാണ്. അതിൻ്റെ സിലബസ് അത് ഈ പറയുന്ന പോലത്തെ ഹിന്ദുത്വം മണ്ണാങ്കട്ടെ ഒന്നുമല്ല, വെറുതെ ഒരു കച്ചറ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ കാശ് വേണമെന്നും ഇവർ ഒപ്പിട്ടു. ശിവൻകുട്ടി ഇരുന്നപ്പോഴാണ് ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ ചോദിച്ചതാണ്, PM ശ്രീക്ക് എന്താ കുഴപ്പം ചോദിച്ചതാണ്. അപ്പോൾ പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിച്ചു. അല്ല, നിങ്ങളല്ലേ എന്തോ വലിയ കുഴപ്പമാണെന്ന്, സംഘപരിവാറാണെന്നൊക്കെ. ഇപ്പം എന്താ? പുള്ളി പറഞ്ഞു അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് ഒപ്പിട്ടു. ഇതൊക്കെ ശിവൻകുട്ടി പറഞ്ഞതാണ്. ഇപ്പം നേരെ തിരിച്ചിട്ട് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഇത് കേട്ട് കഴിഞ്ഞാൽ PM ശ്രീ എന്തോ ഒരു ലോഡാണെന്നും അത് തലയിൽ വെച്ചുകൊണ്ട് VD സതീശൻ മുന്നോട്ട് പോവുകയാണെന്നും ഇവർ തടയുകയാണെന്ന് എന്തൊരു നരേറ്റീവാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഓൾ ജെന്യുവിൻ. ഇത് VD സതീശൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് വഴക്കിടുകയല്ല എൻ്റെ ജോലി, ആവുന്നത്ര യോജിച്ച് പോവുക, അതൊക്കെയാണ്.
ബട്ട് ഇവർ കേന്ദ്ര സർക്കാരുമായിട്ട് അനാവശ്യമായ കാര്യങ്ങൾ വഴക്കിടിയിക്കാനാണ് ഇവരുടെ നോട്ടം. ഓക്കെ. ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വി ഡി സതീശൻ മോദിയെ 4 ചീത്ത പറയണം, ഇല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും. നിസ്സഹായനായിട്ട് പലപ്പോഴും വി ഡി സതീശൻ അത് ചെയ്യേണ്ടി വരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെറും കപട നാടകങ്ങളാണ്. CPM ഒരു റിയൽ ജനകീയ ഇഷ്യൂ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. അതില്ലാത്തതുകൊണ്ടാണ് ഈ സാവർക്കർ എടുത്ത് പോകുന്നത്. ഈ നിങ്ങൾക്ക് ആർഗ്യുമെൻ്റ് ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന 2 കാര്യങ്ങളാണ് ഗാന്ധിവധം, സാവർക്കർ. ഈ വന്ദേമാതരം ഡിബേറ്റ് ഇവർ കേരളത്തിൽ കുത്തിപ്പോക്കുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ഹാവ് എ ഇലക്ട്രൽ ഇഫക്റ്റ് ഇൻ ഉത്തർപ്രദേശ്. അതെ. നേരത്തെയും കേരളത്തിൽ വയനാട് മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉത്തർപ്രദേശിൽ അതിന് മറുപടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് രാഹുൽ ഗാന്ധി അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിൻ്റെ ഫ്ലാഗായി. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന വിവാദം ഉത്തർപ്രദേശിൽ എൻകാഷ് ചെയ്യാൻ BJPക്ക് അറിയാം. കേരളത്തിൽ വന്ദേമാതരത്തെ ചീത്ത പറയുകയും ബഹളം വയ്ക്കുകയും ബാനർ കെട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഉത്തർപ്രദേശിൽ യോഗിക്ക് അനുകൂലമായ വോട്ടായിട്ട് മാറും. ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ഇവരുടെ ഉള്ളിൽ കേരളം എന്ന ഇട്ടാവട്ടം സ്ഥലമാണുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വയ്ക്കുമെന്ന് സതീശൻ പറഞ്ഞില്ലേ, ഇത് BJPയുടെ കയ്യിൽ കൊടുക്കുന്നൊരു തുരുപ്പ് ചീട്ടാണ്. ഇപ്പോൾ കേരളത്തിനുള്ളിൽ ജില്ലകൾ വിഭജിച്ച് എണ്ണം കൂട്ടുന്നു. എന്തുകൊണ്ട്? ജനസംഖ്യ കൂടി. അതുകൊണ്ട് BJP പറയും അതുകൊണ്ടാണല്ലോ. അതേപോലെ ഭാരതം മൊത്തം ജനസംഖ്യ കൂടി. അപ്പോൾ ഭാരതം മൊത്തം സംസ്ഥാനങ്ങളും ഈ നമ്മുടെ ലോക്സഭാ സീറ്റും കൂട്ടണ്ടേ? കൂട്ടണമല്ലോ. അതല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. റെപ്രസെൻറ്റേഷൻ കിട്ടണം എല്ലാവർക്കും, വേണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ജില്ലകളുടെ എണ്ണം കൂട്ടി, ഞങ്ങൾ ലോക്സഭാ സീറ്റ് കൂട്ടുന്നു. താമസിയാതെ ചിലപ്പോൾ സംസ്ഥാനങ്ങളുടെ എണ്ണം നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ 2-3 ഹെലികോപ്റ്ററിലൊക്കെയാണ് മന്ത്രിമാർ യാത്ര ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ വൺ ഡേ വി മേ ഹാവ് ടു ബൈഫർക്കേറ്റ് ദ സ്റ്റേറ്റ്, നത്തിങ് റോങ് ഇൻ ദാറ്റ്. അപ്പോൾ ആ ന്യായം സ്ഥാപിക്കാനുള്ള വടി വി ഡി സതീശൻ കൊടുക്കുകയാണ്. ഡീലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്നാണ്. അപ്പോൾ മോദി ചോദിക്കുന്നു, ഇഫ് കോൺഗ്രസ് ക്യാൻ ഹാവ് എ ഡീലിമിറ്റേഷൻ കമ്മീഷൻ, വൈ നോട്ട് സെൻറ്റർ? ഇതാണ് ഈ കുഴപ്പം. അതുപോലെ വി ഡി സതീശൻ പറയുന്നു, മൂവാറ്റുപുഴ ജില്ല കൊടുത്താൽ എനിക്ക് സങ്കടമുണ്ട്, എൻ്റെ ജില്ലയുടെ. എനിക്ക് എന്താ സങ്കടം? എനിക്ക് മനസ്സിലാവണില്ല. എറണാകുളത്തിൻ്റെ ഒരു കഷ്ണം മൂവാറ്റുപുഴ ജില്ല, ശരി. അതുകൊണ്ട് വി ഡി സതീശൻ സങ്കടപ്പെടുന്നത് എന്തിനാ? പറവൂരിൻ്റെ ഒരു കഷ്ണമാണ് മൂവാറ്റുപുഴ, ആണ്. അതുകൊണ്ട് മൂവാറ്റുപുഴയും കൊണ്ട് ആരും പോയൊന്നുമില്ലല്ലോ. ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാർഡ് വിഭജനം നടക്കുന്നില്ലേ? 8-ാം വാർഡിലായിരുന്നവൻ 10-ാം വാർഡിലാകുന്നു. ഉടനെ എൻ്റെ പ്രിയപ്പെട്ട 8-ാം വാർഡ് എന്നെ 10-ാം വാർഡിലാക്കി, എന്നാലും പോട്ടെ. എന്ത് കരച്ച് എനിക്ക് മനസ്സിലാവില്ല. അതുപോലെ മൂവാറ്റുപുഴ ജില്ലയായി ആയെങ്കിലും എന്താ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ വാർഡിൻ്റെയും അതിർത്തികൾ മാറ്റി വരച്ചു. ഈ കേരളത്തിൽ തന്നെ പിന്നീട് വന്ന ജില്ലകളല്ലേ ഈ ആലപ്പുഴ. അതിനു മുമ്പ് കൊല്ലം ജില്ലയേ ഉള്ളൂ. ആലപ്പുഴ പിന്നീട് വന്നതാണ്, പത്തനംതിട്ട പിന്നീട് വന്നതാണ്, ഇടുക്കി പിന്നീട് വന്നതാണ്. വാട്ട് നോൺസെൻസ്! ഇത് നമ്മുടെ ഭരണപരമായ സൗകര്യത്തിന് നമ്മൾ നെയ്യാറ്റിൻകര ഒരു ജില്ലയാക്കി. അതുകൊണ്ടെന്താ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നെയ്യാറ്റിൻകര എനിക്ക് നഷ്ടപ്പെട്ടു. നെയ്യാറ്റിൻകര പോകാൻ പാസ്പോർട്ട് വേണം. എന്ത് വെറുതെ ഇങ്ങനെ? അതും മുഖ്യമന്ത്രി പറയുകയാണ്. അല്ല, അത് ശരിയല്ല. നമ്മൾ വി ഡി സതീശനിലേക്ക് വരുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു ചോദ്യം ചോദിച്ചാൽ, അതായത് ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു, അതായത് ഇടതുപക്ഷത്തെ ആൾക്കാരാണ് എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന് ഇനി അങ്ങോട്ടുള്ള നാളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ നീങ്ങണമല്ലോ. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഇൻസൈഡ് കോൺഗ്രസ് അദ്ദേഹത്തെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? ഈ 2 കാര്യത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഉണ്ട്. ഇൻസൈഡ് പൊളിറ്റിക്സ്, കോൺഗ്രസിലെ പൊളിറ്റിക്സ്, മറ്റേ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ പറ്റാത്തതിൻ്റെ ചുരുക്ക്, KC വേണുഗോപാലിൻ്റെ ആൾക്കാർ അകത്തുനിന്ന് കയറ്റുന്ന പാര, ഇതെല്ലാം വി ഡി സതീശൻ സഹിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ ഈ ഓക്കുപ്പേഷണൽ ഹസാർഡ് എന്ന് പറയും. ഒരു മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ദുരിതങ്ങളാണ്. ഈ കൂടെയുള്ള പുറകിൽ നിന്ന് കുത്തുക, അത് ഇത്
ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഉണ്ടാവും. അത് സഹിച്ചേ പറ്റുള്ളൂ. അത് മറികടക്കാനുള്ള സാമർഥ്യം അദ്ദേഹത്തിന് ഉണ്ടാവണം. ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത്രയും നാൾ അതിനെയൊക്കെ അതിജീവിച്ചുവെങ്കിൽ ഇനിയും അത്ര വലുതായിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അന്നും ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാൻ കാരണം രാഹുൽ ഗാന്ധിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബാക്കി ആർക്കും ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ബാക്കിയുള്ളവർ അവർ പറഞ്ഞത് നേരാണ്. അവർ പറഞ്ഞു നിയമസഭ കക്ഷി വിളിക്കുക, അതിൽ ഭൂരിപക്ഷം ആർക്കാണോ അയാളല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത്. അപ്പോൾ കെ സി വേണുഗോപാൽ ഇതല്ല, MLA അല്ല. MLA അല്ലെങ്കിലും അങ്ങേരെയാണ് മുഖ്യമന്ത്രിയായിട്ട് അവർ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങേര് മുഖ്യമന്ത്രി ആവണം. 6 മാസത്തിനകം വീണ്ടും മത്സരിച്ച്. ഇത് യോഗി ആദിത്യനാഥ് അങ്ങനെയല്ല ആദ്യം മുഖ്യമന്ത്രി ആകുന്നത്. ആദ്യം യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി ആകുമ്പോൾ യോഗി ലോക്സഭയിലായിരുന്നു. ലോക്സഭയിൽ നിന്ന് വന്നിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പിന്നെ നിയമസഭയിലേക്ക് സ്പെഷ്യൽ മത്സരിച്ച് ലോക്സഭാ അംഗത്വം രാജിവെച്ചു. അതൊരു അപൂർവമായ കാര്യമൊന്നുമല്ല, നിങ്ങൾക്കത് ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്നുള്ളതായിരുന്നു ബാക്കി കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം. ബട്ട് ഐ തിങ്ക് രാഹുൽ ഗാന്ധി എഗ്രീഡ് ഫോർ ദിസ്. മറ്റൊന്ന് ഞാൻ ആദ്യം ചോദിച്ചൊരു സംഭവം, ഈ സിസ്റ്റത്തിലെ വിഷയങ്ങൾ. കാരണം പലപ്പോഴും കൃത്യമായ രീതിയിൽ അത് UDFൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു ഏർപ്പാടാണ്, കരച്ചിലാണ്. ഇത് റൈറ്റ് വിങ്ങിലുള്ളവരും പറയുന്നുണ്ട്, സർക്കാർ ഹമാരി ഹെ ലേക്കിൻ സിസ്റ്റം ഉൻകാ ഹെ. അരെ സർക്കാർ തുമാരി നഹി ഹെ, ഇസ്കാ മത്ലബ് യഹി. ഇതിനർത്ഥം ഇതാണ്, സർക്കാർ നിങ്ങളുടെ അല്ല. യു ആർ ഇൻ ചെയർ ബട്ട് യു ആർ നോട്ട് ഇൻ പവർ. അതുകൊണ്ടാണ് ഇത്. ഞാൻ പറയട്ടെ, 1957 ആദ്യത്തെ EMS മന്ത്രിസഭ നോക്ക്. അതിനു മുമ്പ് തിരുക്കൊച്ചിയായിരുന്നു. തിരുക്കൊച്ചിയിൽ കോൺഗ്രസ്സാണ്, മലബാറിൽ കോൺഗ്രസ്സാണ്. ഈ രാജഭരണം തുടർന്ന് കോൺഗ്രസ് ഭരണം, എല്ലാം കോൺഗ്രസ് സിസ്റ്റമായിരുന്നു. എങ്ങനെയാണ് EMS ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്? EMSൻ്റെ ഒരു കാര്യത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒടക്കവും ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ EMS ആയാലും ശരി, ഇമ്പിച്ച് ആയാലും ശരി, പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ വിവരം അറിയും. അതല്ലാതെ അവനൊരു ഉടക്ക് ഫയലിൽ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ അത് കണ്ട് ഭയന്ന് മാറരുത് മന്ത്രിമാർ. സിസ്റ്റം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിലല്ല എന്നാണ് ഇതിനർത്ഥം. സിസ്റ്റം നിങ്ങളെ ആക്കാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് പവറുണ്ട്. പക്ഷേ ആ പറയുന്നത് ലീഗലായിരിക്കണം കേട്ടോ. ഇല്ലീഗൽ കാര്യമാണെങ്കിൽ IAS കാരൻ പോയി പണി നോക്കാൻ പറയും. നാട്ടിലുള്ള IAS കാരൻ പറയും ഇല്ലീഗലാണ് സാർ, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ലീഗലായിട്ടുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് ബുൾഡോസ് ചെയ്യാം. മേ ബി 1-2 പ്രൊസീജിയർ തെറ്റിയിട്ടുണ്ടെങ്കിൽ IAS കാരത് ശരിയാക്കി തരും. സോ ടേക്ക് ദം ഇൻ ടു കോൺഫിഡൻസ് ആൻഡ് സീ ദാറ്റ് യുവർ ഡിസിഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ്. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് എന്തിനാ? സിസ്റ്റം പിണറായി വിജയൻ്റെ കയ്യിലായിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാണ്? യേശുക്രിസ്തുവാണ് ഞാൻ, ഇറങ്ങിപ്പോടുമെന്ന് പറയേണ്ടി വരും ഇല്ലേ? യേശുക്രിസ്തു ആണെങ്കിൽ പള്ളിയിൽ അതുപോലത്തെ യേശുക്രിസ്തു മുഖ്യമന്ത്രിയാവാൻ പോയിട്ടില്ല. കാരണം യേശുക്രിസ്തുവിനറിയാം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹം അതിന് പോയിട്ടില്ല. നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അനാവശ്യമായ ഐഡിയോളജി സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കണം. LK Advani ഒരിക്കലും പറഞ്ഞിരുന്നു, ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. പ്രത്യയശാസ്ത്രം ഒക്കെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കുടിവെള്ളം കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണ്ടേ? നക്സലൈറ്റിനും ഇവർക്കും പോപ്പുലർ ഫ്രണ്ടുകാരനും ഒക്കെ കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിലെന്താ ഐഡിയോളജി? ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടേ? ഗ്യാസ് കൊടുക്കണ്ടേ? റോഡ് വേണ്ടേ? സോ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. ദെൻ വാട്ട് ഈസ് പ്രിവെൻറ്റിങ് യു ഫ്രം ഇംപ്ലിമെൻറ്റിങ് യുവർ ഡിസിഷൻസ്? ഒരു റോഡ് പണിയണോ വേണ്ട, അതിൽ ഐഡിയോളജി ഒന്നുമില്ല. റോഡ് പണിയണം ആണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ റോഡ് പണിയുണ്ട്, കോൺഗ്രസ്സുകാർ റോഡ് പണിയുണ്ട്, BJPക്കാർ വഴിമതി, റോഡ് വേണ്ട, ഇങ്ങനൊരു പ്രശ്നമില്ലല്ലോ. റോഡ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് സിസ്റ്റത്തിൽ മറ്റവർ കയറി ഒക്കെ വെറുതെ പറയുന്നതാണ്. കയറിയൊക്കെ കാണും, പക്ഷേ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം നിങ്ങൾ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകും. എന്തായാലും 100 ദിവസം പിന്നിടുന്ന VD സതീശൻ സർക്കാരിൻ്റെ പ്രവർത്തനം ബിലോ ആവറേജ് എന്നാണ് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത്. അതിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കുക, അതിനോടൊപ്പം തന്നെ 2 IAS ഉദ്യോഗസ്ഥരുടെ കാര്യവും അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ B. അശോക്,
എൻ പ്രശാന്ത് IAS, ഈ 2 പേരുടെയും സസ്പെൻഷൻ പിൻവലിച്ചു. പക്ഷേ എൻക്വയറി നിലനിർത്തിയിരിക്കുകയാണ്. അതെന്ത് വിരോധാഭാസമാണ് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇവരെയൊക്കെ തന്നെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല, അതങ്ങനെ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സിസ്റ്റം തങ്ങളുടെ നിയന്ത്രണത്തിലല്ല, ഇടതുപക്ഷത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് പരിതപിക്കാതെ തൻ്റെ ഇടത്തോടെ തൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കണം ഈ സർക്കാർ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ചെയറിലിരുന്നിട്ട് പവർ ഇല്ല എന്ന് പറയുന്നത് അത് ശുദ്ധ ഭോഷ്കാണ്, മണ്ടത്തരമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പവർ കാണിക്കുക തന്നെ വേണം, പവറിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. എങ്കിൽ മാത്രമേ സിസ്റ്റത്തെ ചലിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു തകർച്ചയിലേക്ക് അവർ പോയിട്ടുണ്ട്. എങ്കിലും വളരെ ഷ്രൂഡായിട്ടുള്ള, വളരെ കുതന്ത്രശാലികളായിട്ടുള്ള ഇടത് നേതൃത്വത്തിന് ഈ സിസ്റ്റത്തിൽ തങ്ങളുടെ വിത്ത് പാകി പോകുവാൻ സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പര്യവസാനിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്. കാരണം തൻ്റെ ഇടമുള്ള ഭരണാധികാരികൾക്ക് മാത്രമേ ഈ വിത്തുകളെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി, സർക്കാരിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് ചലിപ്പിക്കാൻ സാധിക്കുള്ളൂ. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.